ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം അധ്വാനിച്ച് നമുക്ക് വേണ്ടത് സമ്പാദിക്കാനുള്ള ആരോഗ്യം സർവീശ്വരൻ തന്നിരിക്കുന്നു. അതിൽ തൃപ്തിപ്പെടാതെ മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയതിൽ ആശ വന്നാൽ, അതിലുള്ള ആശ വന്നാൽ തന്നെ അത് കട്ടതിനു തുല്യമാണ് എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. കളവ് ഏറ്റവും തെറ്റായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ അന്യൻ്റെ സമ്പത്തിൽ അല്പം ആശ വന്നാൽ പോലും അത് കളവ് നടത്തിയതിന് തുല്യമാണ്. അതിനാൽ ഒരു കവി പറയുകയാണ്, അന്യൻ്റെ സ്വത്തിന്മേലൽപ്പം ആശ വന്നാലതു കട്ട കുറ്റമായി തീർന്നു എന്നല്ലോ യോഗശാസ്ത്രത്തിൽ മഹാധന്യന്മാർ ചൊന്നതും ആരറിഞ്ഞു. അത്രയും വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു നമ്മുടെ മഹത്തുക്കൾ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ. യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. യാദൃശ്യമായി തനിക്ക് വന്നു ചേരുന്ന സമ്പത്ത് എന്താണോ അതിൽ വിനോദിക്കൂ, അതിൽ സന്തോഷിക്കൂ, അതിൽ സന്തോഷത്തോടുകൂടി ജീവിക്കൂ എന്നാണ് പറയുന്നത്. അന്യൻ്റെ സ്വത്തിന്മേൽ അല്പം ആശ, മറ്റുള്ളവർ നേടിവെച്ചതിൽ അല്പമെങ്കിലും ആശ തോന്നിയാൽ അത് നാം അപഹരിച്ചതിന് തുല്യമാണ് എന്നാണ്. അന്യൻ്റെ സ്വത്തിന്മേൽ അല്പം ആശ വന്നാലതു കട്ട കുറ്റമായി തീർന്നു. ആശ വന്നാൽ തന്നെ അത് കട്ടെടുത്തതിന് തുല്യമാണ് എന്നല്ലോ യോഗശാസ്ത്രത്തിൽ മഹാധന്യന്മാർ ചൊന്നതും ആരറിഞ്ഞു. ഇതാരാ മനസ്സിലാക്കുന്നത്? യോഗശാസ്ത്രത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള പരമസത്യം നാം മനസ്സിലാക്കണം എന്നാണ്. അതിനാൽ ആരിൽ നിന്നും ഒന്നും നമ്മൾ സ്വീകരിക്കരുത്. നമുക്ക് വേണ്ടതെന്തോ അത് നേടാനാണ് ആരോഗ്യവും അതിന് കൈകാലുകളും കണ്ണും കർമ്മേന്ദ്രിയങ്ങളെല്ലാം തന്ന് ഈശ്വരൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാർത്ഥതയുടെ മൂർത്തിമത് ഭാവമായി നമുക്ക് കാണാൻ കഴിയും. സ്വന്തം അധ്വാനിക്കാതെ ബാങ്ക് കൊള്ളയടിച്ചും അതുപോലെ കടകൾ കുത്തിത്തുറന്ന് കവർന്നിട്ടും ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയും സുഖലോലുപരായി കഴിയുന്നു എന്നാണ് അവരുടെ ധാരണ. വാസ്തവത്തിൽ ബ്രഹ്മസ്വം അപഹരിക്കുന്നത് ഏറ്റവും വലിയ മഹാപാപമാണ്. അത് പലതരത്തിലുള്ള അപഹരിക്കലുണ്ട്. എങ്കിലും നമ്മൾ എത്രയോ പാവപ്പെട്ട ആളുകൾ ദൈവത്തിന് സമർപ്പിക്കുന്നവയാണ്. അത് അപഹരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. അതിനാൽ നാം മറ്റു സമ്പത്തിൽ അല്പം ആഗ്രഹം വന്നാൽ അത് കട്ടതിന് തുല്യമാണെന്ന് ബോധിച്ച് ഒന്നും നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് കിട്ടുന്നതെന്തോ അതിൽ പരിപൂർണ സംതൃപ്തിയോടുകൂടി കഴിയൂ. അല്പകാലത്തെ വാസമേ ഈ ലോകത്തിലുള്ളൂ. ആരും തന്നെ ഇവിടെ സ്ഥിരമായി കൂടാൻ വന്നവരല്ല. നമ്മുടെ കർമ്മം ശുദ്ധീകരിക്കുക, നാം അനുഭവിക്കേണ്ട പ്രാരബ്ധം അനുഭവിക്കുകയും കൂടുതൽ വാരിക്കൂട്ടാതിരിക്കുകയും പാപകർമ്മങ്ങളിലൂടെ ജീവനെ ഭാരം കൂട്ടുകയും ചെയ്യാതെ നാം ജീവിച്ചു പോയാൽ അതാണ് കെട്ടുകളായത് കർമ്മം ജീവനു കെട്ടുകളറ്റേ മുക്തി വരൂദൃഢം. കെട്ടുകളോ ഫലഭുക്തിയാ തീരും കെട്ടായിനിയും നാരായണ ജയ. നാം പല കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനാണ് ഈ ശരീരമെടുത്ത് വന്നിരിക്കുന്നത്. അത് അനുഭവിച്ചാൽ നമ്മുടെ പ്രാരബ്ധം നാം ഇതിൽ അനുഭവിക്കേണ്ടതെന്തോ അത് അനുഭവിച്ച് തീരുന്നു. എന്നാൽ പുതിയതായി ഒന്നും തന്നെ കെട്ടുകളായി ഭവിക്കരുത്. എന്നാൽ കർമ്മങ്ങൾ കെട്ടുകളായി വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
കർത്തൃത്വബുദ്ധിയില്ലാതെ ഫലേച്ഛയില്ലാതെ ചെയ്യുന്ന ഒരു കർമ്മവും നമ്മെ ബന്ധിക്കുകയില്ല. കർത്തൃത്വവും ഫലേച്ഛയും ഇല്ലാതെ ചെയ്യുന്ന കർമ്മം നമ്മെ സ്വതന്ത്രമാക്കും, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്രകാരം കർമ്മം ചെയ്താൽ നമുക്ക് പരമമായ സത്യത്തെ ബോധിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ ജീവിച്ചു പോകാം. അവർക്ക് സൗഖ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ അന്യൻ്റെ സ്വത്തിന്മേൽ അല്പം ആശ വന്നാലതു കട്ട കുറ്റമായി തീർന്നു എന്നല്ലോ യോഗശാസ്ത്രത്തിൽ മഹാധന്യന്മാർ ചൊന്നതും ആരറിയുന്നു.